പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് വ്യോമപാതകൾ അടച്ചതോടെ കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള പഴം പച്ചക്കറി കയറ്റുമതി മേഖല പ്രതിസന്ധിയിൽ. ഗൾഫ് നാടുകളിലേക്കും യൂറോപ്പിലേക്കുമുള്ള കയറ്റുമതിയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. കയറ്റുമതി ഏജൻസികളെ കൂടാതെ ജില്ലയിലെയും അയൽ സംസ്ഥാനങ്ങളിലെയും നൂറുകണക്കിന് കർഷകരെയും തൊഴിലാളികളെയും യുദ്ധം പരോക്ഷമായി ബാധിച്ചു. കരിപ്പൂർ വഴി പ്രതിദിനം 40 മുതൽ 45 മെട്രിക് ടൺ വരെ കയറ്റുമതി നടന്നിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഇത് 10 മുതൽ 15 മെട്രിക് ടൺ ചുരുങ്ങി. റംസാൻ സീസണിലെ വിദേശ വിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്തിരുന്ന കർഷകർക്ക് ഇത് വലിയ തിരിച്ചടിയായി. വിദേശത്തേക്ക് അയക്കാൻ പാകത്തിന് പ്രത്യേക പരിചരണം നൽകി വളർത്തിയെടുത്ത നേന്ത്രപ്പഴം, ചക്ക, മറ്റ് പച്ചക്കറികൾ എന്നിവ ഇപ്പോൾ പ്രാദേശിക മാർക്കറ്റുകളിൽ കുറഞ്ഞ വിലയ്ക്ക് വിറ്റഴിക്കേണ്ടി വരികയാണ്. യാത്രാ വിമാനങ്ങളെ മാത്രം ആശ്രയിച്ച് ചരക്ക് നീക്കം നടത്തുന്ന കരിപ്പൂരിൽ നിന്ന് പ്രതിദിനം 25 വിമാനങ്ങളിലെങ്കിലും കയറ്റുമതി നടക്കാറുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഗൾഫിലേക്കുള്ള വിമാനങ്ങളുടെ എണ്ണം കുറഞ്ഞതും കണക്ഷൻ വിമാനങ്ങൾ വഴി യൂറോപ്പിലേക്ക് അയച്ചിരുന്ന സംവിധാനം നിലച്ചതും പ്രതിസന്ധി രൂക്ഷമാക്കി. കൊച്ചി തുറമുഖം വഴി അയച്ച കണ്ടെയ്നറുകൾ പോലും തിരിച്ചെത്തിക്കേണ്ട സാഹചര്യമാണുള്ളത്. പെട്ടെന്ന് നശിച്ചു പോകുന്ന സാധനങ്ങളായതിനാൽ ഇവ സംഭരിച്ചു വെക്കാനും കഴിയാത്തത് കയറ്റുമതി ഏജൻസികളെ കടുത്ത സാമ്പത്തിക ബാധ്യതയിലേക്കാണ് തള്ളിവിടുന്നത്. ഈ ചാനൽ കരിപ്പൂർ. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.